മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കാൻ വീണ്ടും സർക്കാർ ധൂർത്ത് നടത്തുന്നു എന്ന വാർത്തയാണ് പ്രജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 12-അംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ്. ശമ്പള വർധനയ്ക്ക് 2 മാസത്തെ മുൻകാല പ്രാബല്യവുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇന്ന് 2 ജില്ലകൾക്ക് റെഡ് അലർട്ട്, 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. വരുന്ന 3 ദിവസവും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, വിവരങ്ങൾ. രാഖി, സംസ്ഥാനത്ത് അതീവ ജാഗ്രതയോട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. കാരണം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആ മുന്നറിയിപ്പിന് സൂചകമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതിൽ മലബാർ മേഖലകളിലാണ്, അതായത് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് പറയുന്നത്. അതായത് ചുവന്ന മുന്നറിയിപ്പുള്ളത് വടക്കൻ ജില്ലകളിലാണ്, മലബാർ മേഖലയിലാണ്. കണ്ണൂരും കാസർഗോഡും അടങ്ങുന്ന 2 ജില്ലകളിലാണ് ചുവപ്പ് മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോഴും തുടരുന്നത്. മറ്റ് 9 ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിലെ 9 ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. ബാക്കി തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ അത് യെല്ലോ മുന്നറിയിപ്പായാണ് നിലവിൽ തുടർന്നു പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കു തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അത് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ തെക്കൻ കർണാടക തീരത്തും ഉണ്ടാകുന്ന അതിശക്തമായ കാറ്റിനെ തുടർന്നാണ് കേരള തീരത്ത് ഇത്തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടാകുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കാണ്. മലയോര മേഖലകളിലുള്ള യാത്രകൾക്കും വിലക്കുണ്ട്, രാത്രികാല യാത്രകൾക്ക് എല്ലാം തന്നെ വിലക്കുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനം ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. രാഹി, സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ്, 2 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ടാണ്. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.